കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സഭയിൽ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ അമ്മ ദൈവഹിതത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ വിഷയമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അനുദിന ജീവിതത്തിൽ അസ്വസ്ഥരാകുന്ന വിഷയവും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തോട് ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി എന്ന് പറയപ്പെടേണ്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ഇന്നത്തെ വായന നമ്മൾ ശ്രവിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ വഴി ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ തീരുമാനം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും അസ്വസ്ഥയായി. അങ്ങനെ പറയുന്നത്, ഈ അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അവൾ അസ്വസ്ഥയായെന്ന് പറയും. അവൾ അസ്വസ്ഥപ്പെട്ടു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ സ്വരം, ഒരുപക്ഷെ നമ്മൾ നമ്മുടേതായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഈ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ട് വിപരീതമായിട്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടി വരുമ്പോൾ അത് നമ്മളെ സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയും കർത്താവിൻ്റെ സ്വരം കേട്ടപ്പോൾ ആദ്യം അമ്മ അസ്വസ്ഥയായി എന്നാണ് വചനം പറയുന്നത്. നമ്മളൊക്കെ അസ്വസ്ഥരായി ഭാരപ്പെട്ട് പിന്നെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മൾ പറയോ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ദൈവത്തെ പഴിചേരും. ഇവിടെ പരിശുദ്ധ അമ്മ തൻ്റെ ആഗ്രഹങ്ങൾക്കും തൻ്റെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള സകല സ്വപ്നങ്ങളും തകരുന്ന ഒരു ദൈവിക പദ്ധതി അവളോട് പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അവൾ അതേക്കുറിച്ച് ആദ്യം അസ്വസ്ഥയായെങ്കിലും പിന്നീട് അവൾ അതേക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചു, മെഡിറ്റേറ്റ് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്തു. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ പദ്ധതി തകരുന്ന ഒരു ജീവിതത്തിൻ്റെ തീരുമാനം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഡിസ്റ്റർബഡ് ആയിട്ട് അതേ ഡിസ്റ്റർബൻസിൽ തന്നെ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുക. പിന്നെ നിരന്തരം ഇത് ആകുലതയുടെ വിഷയമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മ ചെയ്തത് എന്താ? അമ്മ അസ്വസ്ഥയായി. എന്നിട്ട് അവൾ ആഴമായി
ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഉരുത്തിരിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് പുരുഷനെ അറിയത്തില്ലല്ലോ, മനസ്സമ്മതം കഴിഞ്ഞു, ഞാൻ പുരുഷനുമായിട്ടൊരു ബന്ധവുമില്ല, അപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അപ്പം അമ്മ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്നൊരു ചോദ്യമാണ്. കാരണം ദൈവഹിതം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്കകളും ആകുലതകളും അസ്വസ്ഥതകളും നമ്മൾ ദൈവത്തോട് ചോദിക്കണം. തമ്പുരാനെ, ഞാൻ ഇതെങ്ങനെ മുന്നോട്ട് പോകും? എനിക്കറിയില്ല ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന്. കാരണം ഞാൻ സ്വപ്നം കണ്ടതും ഞാൻ ആഗ്രഹിച്ചതും ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നോളം കാത്തു സൂക്ഷിച്ചതുമായ തീരുമാനം ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ദൈവമേ നീ എന്നെ ഇന്ന് തള്ളിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള സ്വാഭാവികമായൊരു ചോദ്യം പരിശുദ്ധ അമ്മയും ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സുവിശേഷത്തിൽ തന്നെ കാണുകയാണ്, വളരെ മനോഹരമായിട്ട് അമ്മ അവസാനം ഈ ധ്യാനവും ഈ ചോദ്യമെല്ലാം കഴിഞ്ഞ് അതിനൊരു ഉത്തരം ദൈവത്തിൻ്റെ ദൂതൻ അവൾക്ക് ഉത്തരം കൊടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാ ആശങ്കകൾക്കും ഒന്ന് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവഹിതം നിറവേറ്റപ്പെടുന്ന തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അതേക്കുറിച്ചുണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മനസ്സിനെ, ജീവിതത്തെ അലട്ടുമ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകും എന്നുള്ള ആലോചനയ്ക്ക് ദൈവം കൃത്യമായ ഉത്തരം നമുക്ക് തരും. കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് സംഭവിക്കും. പെർഫെക്റ്റ് ആൻസർ, കൃത്യമായ ഉത്തരം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. ആ ഉത്തരം കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. പൂർണ്ണമായിട്ട് അവളെ തന്നെ സറണ്ടർ ചെയ്തു. ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല. അവിടെ പിന്നെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടോ, പിന്നെ അതേക്കുറിച്ച് ആകുലപ്പെട്ടത് കൊണ്ടോ, പിന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടോ വിവാദ വിഷയമായ അടയാളമായി തീരുമെന്നൊക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊരമ്മയ്ക്ക് പോകാൻ പറ്റിയതും 33 വയസ്സ് പ്രായമുള്ള ഏകമകൻ തൻ്റെ മടിയിൽ മരിച്ചു കിടക്കുന്ന ഏറ്റവും കഠിനമേറിയ ആഴമേറിയ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അമ്മയ്ക്ക് നിശബ്ദതയോടെ കടന്നു പോകാൻ സാധ്യമായത് അമ്മ ഈ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ അമ്മ തന്നെ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവഹിതത്തിന് വിധേയപ്പെടേണ്ട അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സ് ഹൃദയമൊക്കെ അസ്വസ്ഥമായാലും ദൈവത്തിന് കൃത്യമായ ഉത്തരമുണ്ട്, ദൈവത്തിന് കൃത്യമായ തീരുമാനം ആ വിഷയത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവഹിതത്തോട് നാം കൊടുക്കുന്ന പ്രത്യുത്തരമാണ് രക്ഷയുടെ അനുഭവമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞത്, നമ്മെ കൂടാതെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ പെർമിഷൻ മേടിച്ചിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്, പക്ഷേ നമ്മെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണം. അമ്മയുടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ വാക്കായിരുന്നു ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കുള്ള പ്രത്യുത്തരമായിട്ട് മാറിയത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ രക്ഷ ആരംഭിക്കുന്നത് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിടത്താണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രക്ഷയുടെ അനുഭവം സാധ്യമാകുന്നത് ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ നാം തീരുമാനമെടുക്കുമ്പോഴാണ്. ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും വളരെ നിശബ്ദമായിട്ട് അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന്. തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ജീവിതത്തിൽ നിരാശപ്പെടാനും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അനുഭവങ്ങളിലും അമ്മ പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന്. എല്ലാ അനുഭവങ്ങളിലും അമ്മയോട് ചേർന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള ഒരു കരുത്തും ഒരു അഭിഷേകവും പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കാൻ ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.